കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ട് ഈശോ പറഞ്ഞു, നിന്നെ മാറ്റി നിർത്തിയ പുരോഹിതർക്ക് രോഗം മാറിയ നിന്നെ തന്നെ നീ കാണിച്ചു കൊടുക്കുക. കയറാനാകാതിരുന്ന ദേവാലയത്തിൽ ശുദ്ധീകരണ കാഴ്ചയർപ്പിക്കുക ജനത്തിൻ്റെ സാക്ഷ്യത്തിന്. അവൻ അനുഭവിച്ചിരുന്ന രോഗത്തിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തെ അലട്ടിയിരുന്ന അപമാനത്തിൽ നിന്നും കൂടിയാണ് ഈശോ സുഖപ്പെടുത്തുന്നത്. പക്ഷേ ഒപ്പം ഒന്നുകൂടി പറയുന്നുണ്ട്, ഞാൻ സുഖപ്പെടുത്തിയ വിവരം അറിയിക്കരുത്. പല സൗഖ്യങ്ങളിലും ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കേണ്ട, നീ നിൻ്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക് ശാന്തമായി തിരിച്ചു പോകാൻ. സൗഖ്യം കിട്ടിയവരെ തൻ്റെ ശിഷ്യരും പ്രഘോഷകരുമാക്കാൻ ഈശോ മടിക്കുന്നത് പോലെ. അവൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലരിലും ആരും അവൻ്റെ അത്ഭുത സൗഖ്യം കിട്ടിയവരില്ലല്ലോ. അത്ഭുത പ്രവർത്തകനായ ക്രിസ്തു അല്ല പ്രഘോഷിക്കപ്പെടേണ്ടത്, മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ്. കിട്ടിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തെളിവാണ്, ശരിയാണ്. പക്ഷേ അത് നാം ക്രിസ്തു ശിഷ്യരാണ് എന്നതിന് തെളിവല്ല. നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലും ബന്ധങ്ങളിലുമൊക്കെ ജീവിച്ച് തെളിയിക്കേണ്ടതാണത്. ക്രിസ്തുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായി സ്വീകരിക്കുന്നവരും സ്വന്തം ജീവിതത്തിൽ ധാർമ്മികമായി അടിപതറുന്നത് നാം ചുറ്റും കാണുന്നുണ്ടല്ലോ. അടയാളങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവർ വീട്ടിലേക്ക് മടങ്ങട്ടെ. അവിടെ ക്രിസ്തുവിനെ ജീവിക്കാൻ ശീലിക്കട്ടെ. അവൻ ആരാധിക്കാനും വരം ചോദിക്കാനുമുള്ളൊരു മൂർത്തിയല്ല, നാം നടക്കേണ്ട വഴിയും പാലിക്കേണ്ട സത്യവും ജീവിക്കേണ്ട ജീവനുമാണ്.